ഈ വീഡിയോയിൽ ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ ഒരു എഗ്രിമെൻറ്റ്, അതായത് എവറി 40 days ഒരു വാർഷിപ്പ് ഇന്ത്യൻ നേവിയിൽ ജോയിൻ ചെയ്യും. അതാണ് ഇപ്പോൾ പുതിയ പദ്ധതി. ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ ശക്തമായ രീതിയിലുള്ളൊരു എഗ്രിമെൻ്റ് ആണ്. ഇസ്രായേലിൻ്റെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള സാർ ഗിദിയോൻ ഇന്ത്യയിലുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ അതേപോലെ ഡിഫൻസ് മിനിസ്റ്ററുമായിട്ടൊക്കെ ചർച്ചകളൊക്കെ നടത്തി. പ്രത്യേകിച്ച് ആഫ്റ്റർ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ ഇസ്രായേൽ ബന്ധം കൂടുതൽ ശക്തിപ്പെട്ടിരിക്കുകയാണ്. അതിലൂടെ ഇസ്രായേൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് തീവ്രവാദത്തിനെതിരെ ഏത് വിധേനയും നമ്മൾ ഇന്ത്യയോടൊപ്പം ഒരുമിച്ച് നിൽക്കുമെന്നുള്ള ശക്തമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇസ്രായേലിൻ്റെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞു വെച്ചത്. ഇസ്രായേൽ നിങ്ങൾ നോക്കൂ, ഒരു ചെറിയ രാജ്യം, പക്ഷേ എന്തുകൊണ്ടാണ് അവർ ഇത്ര ശക്തമായി നിലനിൽക്കുന്നത് പറഞ്ഞാൽ അവരുടെ ടെക്നോളജിയാണ്. ഈ ടെക്നോളജിയാണ് അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ആണെങ്കിൽ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയുധം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം എന്നതിലുപരിയായിട്ട് ശരിക്കും ആയുധങ്ങൾ മാനുഫാക്ചറിങ് ചെയ്യുന്ന രീതിയിലേക്കും അത് വിൽക്കുന്ന രീതിയിലേക്കും ഉയർന്നിരിക്കുകയാണ്. അതിലുപരിയായിട്ട് നമ്മൾ നോക്കിയാൽ മിസൈൽ ടെക്നോളജി ആയിക്കോട്ടെ, ഡ്രോൺ ടെക്നോളജി ആയിക്കോട്ടെ, ഇന്ത്യയുടെ മിസൈലുകളെയൊക്കെ ഇനി മറികടക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പത്തിലുള്ള കാര്യങ്ങളല്ല മറ്റുള്ള ലോകരാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും. ഇന്ത്യ ഓരോ 40 ദിവസം കൂടുമ്പോഴും ഒരു വാർഷിപ്പ് ഇന്ത്യൻ നേവിയിൽ ആഡ് ചെയ്യുന്നതോടുകൂടി എന്തിനാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നാവികസേനയായിട്ടുള്ള അമേരിക്ക, അതേപോലെ ബ്രിട്ടൻ്റെ റോയൽ നേവി, ഇവരൊക്കെ തന്നെയാണ് ഇതിനകത്ത് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ. ചൈന ഈവൻ ബ്രിട്ടൻ്റെ റോയൽ നേവിയെ പോലും മറികടന്നിട്ടില്ല. ആ രീതിയിലാണ് മൂന്നാമത്തെ ഒരു ഏരിയയിലാണ് ചൈന നിൽക്കുന്നത്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ട സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പ്ലാനിങ് എന്തിനാണെന്ന് പറഞ്ഞാൽ എവറി 40 days ഒരു വാർഷിപ്പ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് സമ്മറൈൻസ് ഒക്കെ വരും. ഇതെല്ലാം തന്നെ ഇൻഡിജിനിയസ് ആയിട്ട് ഇന്ത്യക്കുള്ളിലാണ് ഇതെല്ലാം മാനുഫാക്ചറിങ് ചെയ്യുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ബ്രിട്ടീഷ് റോയൽ നേവിയെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. അതോടൊപ്പം ഇവിടെ ചൈനയെ ബൈ ഡീഫോൾട്ട് നമ്മൾ കൗണ്ടർ ചെയ്ത് മുന്നോട്ട് പോകും. ഒരു 3 വർഷം കൊണ്ട് നമ്മൾ 200-ലധികം ഷിപ്പ് ഇന്ത്യക്കുള്ളിൽ ആഡ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എയിമാണ് മുന്നോട്ട് വെക്കുന്നത്. അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠിയുമായിട്ടാണ് ഇസ്രായേലിൻ്റെ ഫോറിൻ മിനിസ്റ്റർ സാർ ഗിദിയോൺ ചർച്ചകൾ നടത്തിയത്. ഇതിൻ്റെ ടെക്നോളജി പരമായിട്ടുള്ള ചർച്ചകൾ ഈ വ്യക്തിയുമായിട്ടാണ് നടത്തിയത്. ഈ ദിനേഷ് കെ ത്രിപാഠി ഇന്ത്യയുടെ മുൻ നാവിക ഉദ്യോഗസ്ഥനായിരുന്നു. അത് ഒരു എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ എന്നുള്ള നിലയിൽ റിട്ടയർഡ് ആയിട്ടുള്ള വ്യക്തിയെ വരെ ഇന്ത്യ ഈ ഒരു വിഷയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ വിവിധ മേഖലകളിലാണ്. സൈബർ സെക്യൂരിറ്റി, മിസൈൽ ഡെവലപ്മെന്റ്, ഡ്രോൺ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ AI ടെക്നോളജി ഇംപ്ലിമെന്റഡ് വെപ്പൺ മാനുഫാക്ചറിങ്, ഇതെല്ലാം തന്നെ ഇസ്രായേലുമായിട്ട് ഇന്ത്യ ചേർന്ന് പ്രവർത്തിക്കുന്ന മേഖലകളിൽ വളരെ ചുരുക്കം ചിലത് മാത്രമാണ്. ഇന്ത്യ വളരെ ഭീമമായിട്ടുള്ള ഒരു തുക ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, അതിലൂടെ പുതിയ ഇന്നോവേഷൻസിന് വേണ്ടിയിട്ടും കൂടി. ഇതിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്ന പറഞ്ഞാൽ ഇന്ത്യ ഓൾറെഡി തന്നെ ഒരു സോഫ്റ്റ്വെയർ സൂപ്പർ പവർ ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യ ഒരു ഹാർഡ്വെയർ സൂപ്പർ പവർ ആകുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു ശ്രമം. നമ്മൾ ചുരുക്കത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ സിലിക്കൺ വാലിയെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു ടെക് ജയന്റ് ആയിട്ട് ഇന്ത്യ മാറേണ്ടത് വളരെ വളരെ അനിവാര്യമാണ്. കാരണം അത് ഇന്ത്യൻ യങ്സ്റ്റേഴ്സിനും അതേപോലെ ഇന്ത്യൻ ടെക്കികൾക്കും ഇന്ത്യയുടെ വളർച്ചയ്ക്കും വളരെ വളരെ അനിവാര്യമാണ്. അമേരിക്കയിൽ കെൻറ്റക്കിയുടെ അടുത്തുള്ള ഒരു എയർപോർട്ടിൽ ഒരു കാർഗോ എയർക്രാഫ്റ്റ് കത്തുന്ന രംഗമാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അതായത് ഇതിനകത്ത് ബാറ്ററി, ഈ കാർഗോ ഷിപ്പ് ബാറ്ററിയാണ് ഷിപ്മെൻറ്റ് ചെയ്തത്. ഈ ബാറ്ററി ഷിപ്മെൻറ്റ് ചെയ്ത് വന്ന ഈ ഒരു കാർഗോ എയർക്രാഫ്റ്റ് ലാൻഡിങ്ങിനിടയിൽ ചെറിയ തകരാറ്, ആ തകരാറ് സംഭവിച്ചതോടുകൂടി ക്രാഷ് ലാൻഡിംഗ് ആണ് സംഭവിച്ചത്. ക്രാഷ് ലാൻഡിങ്ങിൽ ഇത് ആ കൊണ്ടുവന്ന ബാറ്ററിയും കൂടി ഫ്യൂമബിൾ ആയതുകൊണ്ട് തന്നെ അത് മൊത്തത്തിൽ കത്തുന്ന രംഗമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഹൗസിംഗ് ഏരിയ, റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഇത് മൊത്തത്തിൽ പോയി പതിച്ചത്. നിരവധി വീടുകൾ ഇതിനകത്ത് ഡാമേജ് ആയിട്ടുണ്ട്. ഡാമേജ് മാത്രമല്ല, കത്തി നശിച്ചിട്ടുണ്ട്. ഞാൻ ഈ വാർത്ത എടുക്കുന്ന സമയത്ത് ഏതാണ്ട് 7 മുതൽ 10 ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും നിരവധി പേർക്ക് ഗുരുതരമായ പരിക്കുണ്ടെന്നുള്ള വാർത്തയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിന്റെ എക്സാക്ട് കാഷ്വാലിറ്റി നമുക്ക് ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റൂ. ഇത് അമേരിക്കയിൽ നടന്നൊരു അപകടമാണ്. റഷ്യ പറഞ്ഞിരിക്കുന്നത് സുഖോയ് 57 എന്ന് പറഞ്ഞ എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, ഇന്ത്യയിൽ മാനുഫാക്ചറിങ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് HALന് ഓൾറെഡി തന്നെ 50% ഈ എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ടെക്നോളജിയും അറിയാവുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് HALന് എയർക്രാഫ്റ്റ് നിർമ്മിക്കാൻ അറിയാം, പിന്നെ ഞങ്ങൾ പേരിന് വേണ്ടിയിട്ട് ഒരു ടെക്നോളജി അങ്ങ് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളത് പറയാതെ പറയുകയാണ് റഷ്യ. അതായത് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് തുടരെ റഷ്യ ഇപ്പം ഈ ഇടപെട്ട കാലത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ റഷ്യക്ക് കിട്ടിയ ഒരു ഗുഡ് ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് ഇന്ത്യ. ഇന്ത്യ നിലവിലുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് മാർക്കറ്റാണ്. അത് റഷ്യ അങ്ങനെ തന്നെയാണ് അതിനെ നോക്കിക്കാണുന്നത്. അനൂബിയോം അലയൻസ് എന്ന് പറഞ്ഞ നോയിഡ ബേസ്ഡ് കമ്പനി, ഈ നോയിഡയിലാണ് ഈ കമ്പനി സ്ഥിതി ചെയ്യുന്നത്. ഈ കമ്പനി ശരിക്കും ഇൻഡിജിനിയസ് ആയിട്ട് ടാക്ടിക്കൽ ഗിയേഴ്സ്, ഈ ടാക്ടിക്കൽ ഗിയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്, ഹെൽമെറ്റ്, വാർ സ്യൂട്ട് നിർമ്മിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി നേടിയിരിക്കുകയാണ്. മീൻസ് മാനുഫാക്ചറിങ് യൂണിറ്റ് ഇന്ത്യക്കുള്ളിൽ തന്നെ പ്രവർത്തന സജ്ജമായിരിക്കുകയാണ് നോയിഡയിൽ.
ഇതേ കാറ്റഗറിയിൽ വേറെ കമ്പനികൾ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനികളുണ്ട്. അതിനോടൊപ്പം അഡീഷണൽ യൂണിറ്റ് ആണ് ഞാനിവിടെ പറയുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള ഒരു വാർത്തയാണ്. പാകിസ്ഥാനിൽ സിന്ധ് പ്രൊവിൻസിൽ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ടെന്നുള്ളതാണ് വാർത്ത. ഈ പഞ്ചാബ് പ്രൊവിൻസിൽ നിന്നും വെള്ളം സിന്ധ് പ്രൊവിൻസിലേക്ക് പോകുന്നില്ല. അല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല മാസങ്ങളായിട്ട് അവിടെ ഈ സിന്ധ് പ്രൊവിൻസിൽ ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ കാണാത്ത മട്ടിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം പാകിസ്ഥാന് വേറെ പല പ്രശ്നങ്ങളുണ്ട്. പാകിസ്ഥാന് ഗാസ പ്രശ്നങ്ങളുണ്ട്, അമേരിക്ക വിഷയങ്ങളുണ്ട്. അവർ ആഗോളതലത്തിൽ ജിയോ പൊളിറ്റിക്സിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഗെയിം ചേഞ്ച് നടത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് രാജ്യത്തിനുള്ളിലുള്ള വിഷയങ്ങളെ ശ്രദ്ധിക്കാൻ അവർക്ക് വേണ്ടത്ര സമയമില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അത് സിന്ധ് പ്രൊവിൻസിലുള്ള ജനങ്ങൾ വൈകാതെ തന്നെ അത് പാകിസ്ഥാൻ ഗവൺമെന്റിന് കാണിച്ചു കൊടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ട്രംപ് ഒരു വിടുവായുത്തരം ഈ 2 ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാകിസ്ഥാൻ ആണവായുധ പരീക്ഷണം നടത്തുന്നു എന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ അങ്ങനെ പാകിസ്ഥാൻ നടത്തിയാൽ ഇന്ത്യക്ക് നടത്താമല്ലോ. നമുക്ക് നോ ഫസ്റ്റ് യൂസ് പോളിസി ഉണ്ട്. അപ്പൊ അതിനെ റിവ്യൂ ചെയ്യേണ്ടി വരും എന്നാണ് ഇന്ത്യ പറയുന്നത്. റിവ്യൂ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ വേണ്ടി വന്നാൽ ഈ നോ ഫസ്റ്റ് യൂസ് പോളിസി അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് തുടരെ ഇന്ത്യക്കുള്ളിൽ ആണവായുധ പരീക്ഷണങ്ങൾ നടത്തേണ്ടി വരും എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. നടത്തേണ്ടി വരും എന്ന് മാത്രമല്ല, ഇന്ത്യ ഒരു പക്ഷേ നടത്തിയേക്കാം. ആ രീതിയിലാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ ബ്രഹ്മോസ് മിസൈലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എഗ്രിമെന്റ് വൈകാതെ തന്നെ ഓക്കെ ആവാനുള്ള സാധ്യതയുണ്ടെന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്തോനേഷ്യ ഇന്ത്യയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ബ്രഹ്മോസ് മിസൈലുമായിട്ട് ബന്ധപ്പെട്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഭയങ്കര ഹ്യൂജ് റെസ്പെക്റ്റ് ഉണ്ട് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ഇത് വൈറ്റ് ഹൗസ് ആണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെ തുടർന്ന് ട്രംപ് എത്രയും വേഗം ഇന്ത്യയുമായിട്ടുള്ള ഒരു ട്രേഡ് ഡീലിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ടുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. അപ്പം അതായത് നിലവിൽ അമേരിക്കയുടെ ഉള്ളിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ന്യൂയോർക്ക് ഇലക്ഷനിൽ റിപ്പബ്ലിക്കൻ പാർട്ടി നിരുപാധികം പരാജയപ്പെട്ടിരിക്കുകയാണ്. അതിലുപരിയായിട്ട് അമേരിക്കൻ കോടതിയിൽ ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. അതിൽ 2 സൈഡിലും ബാക്ക് ടു ബാക്ക് ആർഗ്യുമെന്റ് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു വീഡിയോ നമ്മളുടെ ഇൻസൈറ്റ്സ് മലയാളത്തിൽ ഞാൻ വേറെ ചെയ്തിടാം. കാരണം കോടതിയിൽ ലോങ് ഡിസ്കഷൻ ആയിരുന്നു. ആ ഡിസ്കഷന്റെ ഒടുവിൽ റിപ്പബ്ലിക്കനെ സപ്പോർട്ട് ചെയ്യുന്ന ജഡ്ജിമാരുണ്ട്, അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയെ അനുകൂലിച്ച് നിൽക്കുന്ന ജഡ്ജിമാരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം തന്നെ ഒപ്പീനിയൻസ് എല്ലാം കൂടി ഇപ്പം ആകെ കൂടി ഒന്ന് കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയും അമേരിക്കയും ഹവായിൽ വെച്ചിട്ട് ഒരു ഡിഫൻസ് കോഓപ്പറേഷൻ മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സ്ട്രാറ്റജിക് ഡിഫൻസ് പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗ് ആണ്. ഇതിൽ 2 രാജ്യങ്ങളും ഡീപ്പ് മിലിറ്ററി കോഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ചർച്ചകൾ നടത്തിയതായിട്ട് വാർത്തകൾ വരുന്നത്. അതുപോലെ ഇന്ത്യയും ബെലാറസും തമ്മിൽ ബൈലേറ്ററൽ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഹൈ ലെവൽ ഡിപ്ലോമാറ്റിക് എൻഗേജ്മെന്റ് ചർച്ച നടത്തിയിട്ടുണ്ട് ഇന്ത്യയും ബെലാറസും തമ്മിൽ. അതുപോലെ തന്നെ ഇന്ത്യയും ബെൽജിയവും തമ്മിൽ ഇതേ ലെവലിൽ ഒരു ബൈലേറ്ററൽ ടോക്ക് നടത്തിയിട്ടുണ്ട്. ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഇപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം മനസ്സിലായല്ലോ, എനർജി ഷോർട്ടേജ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇന്ത്യ എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലൊക്കെ അവർ റഷ്യയുടെ എണ്ണയൊക്കെ അവർ ബാൻ ചെയ്യും, പക്ഷെ നമ്മൾ അത് ബ്ലാക്കിലെങ്കിലും വാങ്ങിച്ച് റിഫൈൻ ചെയ്ത് യൂറോപ്പിലേക്ക് എത്തിക്കണം. അതാണ് അവരുടെ ആവശ്യം. അല്ലാതെ യൂറോപ്പിൽപ്പെട്ട രാജ്യങ്ങൾക്ക് പെട്ടെന്ന് ബൈലേറ്ററൽ ചർച്ചയോ അല്ലെങ്കിൽ ട്രേഡ് ടോക്കോ ഒന്നും നടത്താനൊന്നും അല്ല. അവർ വരുന്നത് അവർക്ക് എണ്ണ വേണം. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതാണിപ്പം അവർ ഇപ്പോൾ തുടരെ ഇന്ത്യയെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും രഹസ്യമായിട്ട് എണ്ണ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും രഹസ്യമായിട്ട് അത് യൂറോപ്പിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നാണ് അവരുടെ ചർച്ച. അപ്പോൾ എന്തായാലും കുറേ സമഗ്രമായ വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.